വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ആസ് യൂഷ്വൽ ഒരു ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ നാടൻ കേരള ബോണ്ട, അതായത് നമ്മൾ പൊട്ടറ്റോ വെച്ചിട്ടുള്ള ബോണ്ട ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തൊരു കാണാൻ മറക്കരുത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗ്ലൂർ ബോണ്ടയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ നാടൻ ചായക്കട വട എന്ന് പറഞ്ഞിട്ട്, അതായത് സവാള വട എന്ന് പറയും, ചിലവര് മുളക് വട എന്ന് പറയും. ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ വരുന്നതാണ്, പക്ഷെ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉത്ഭവം മാംഗ്ലൂരാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചായക്കടകളിലും അതുപോലെ തന്നെ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന ഒരു വടയാണിത്, ഒരു ബോണ്ടയാണിത്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ ഈസിയാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടുണ്ടായിരുന്ന വീഡിയോ, അതായത് നമ്മുടെ സ്പെഷ്യൽ സംഭാരം, ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിലും ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും കാണാത്ത വീഡിയോസ് കാണാനും ട്രൈ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ ഒരു ചട്നി ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ തേങ്ങ ചട്നി. അപ്പൊ ഇതിനു മുൻപ് ഞാൻ വേറൊരു നല്ല റെസ്റ്റോറന്റ് സ്റ്റൈൽ തേങ്ങ ചട്നി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതിന്റെ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള മാംഗ്ലൂർ ബോണ്ട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പൊ നമുക്ക് മാംഗ്ലൂർ ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം, അതായത് മൈദ ബോണ്ട. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഒരു 3 പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വളരെ നൈസാക്കി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില വളരെ നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ സാധാരണ രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും നന്നായിട്ട് നൈസായിട്ട് അരച്ചിട്ടാണ് ചേർക്കാറുള്ളത്. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ വായയിൽ തടയുന്നു എന്നുള്ള കംപ്ലയിൻറ്റ് വരാറില്ല. അങ്ങനെ ചെയ്യാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഈ ബോണ്ട ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ പറക്കി കളഞ്ഞിട്ട് വേണം നന്ദുവിന് കൊടുക്കാൻ, അല്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും അരിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. ആ ടേസ്റ്റ് മറ്റേതിന് കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം, പക്ഷെ ഞാൻ മല്ലിയില ചേർക്കുന്നില്ല എന്ന് മാത്രം. മല്ലിയിലയാണെങ്കിൽ ഇതേപോലെ തന്നെ ഇത്ര അളവിൽ തന്നെ നൈസായിട്ട് അരിഞ്ഞു വെക്കുക. പിന്നെ ജീരകം ചിലവർ ചേർക്കാറുണ്ട് ഈ റെസിപ്പിയിൽ, അതായത് ക്യുമിൻ സീഡ്സ് ഒന്നില്ലെങ്കിൽ മൊത്തത്തിൽ ചേർക്കാം, അതല്ലെങ്കിൽ പൗഡറായിട്ടും ചേർക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിതിൽ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ഗ്ലാസ് മൈദയാണ്, ഓൾ പർപ്പസ് ഫ്ലോർ. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് അരിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കായം. പിന്നെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര്. ഞാനിപ്പോൾ ഇവിടെ തൈര് എടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരാണ്, അതായത് കട്ടയൊക്കെ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരാണിത് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, ബേക്കിംഗ് സോഡ. പിന്നെ ഈ ബോണ്ടയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയാണ്. സാധാരണ രീതിയിൽ അവർ തേങ്ങാക്കൊത്താണ് ഉപയോഗിക്കാറ്. തേങ്ങാക്കൊത്ത് വളരെ നൈസാക്കി കട്ട് ചെയ്തിട്ട് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കാറ്. പക്ഷേ എൻ്റെ അടുത്തിപ്പോൾ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ചിരകിയതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തേങ്ങ കൊത്തുമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നന്നായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇതേപോലെ തേങ്ങ ചിരകിയത് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് നമുക്ക് മൈദ, 1 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് നൈസ് അരിപ്പൊടിയാണ്, അതായത് നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന, ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ്. നൈസ് അരിപ്പൊടി ആയിരിക്കും കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവുക. 2 ടേബിൾ സ്പൂൺ. ചില ആൾക്കാർ അരിപ്പൊടി ഉപയോഗിക്കാറില്ല, പക്ഷെ ഞാൻ ഇതുണ്ടാക്കുമ്പോൾ അരിപ്പൊടി ഉപയോഗിക്കാറുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ഒരുപാട് ഇടാൻ പാടില്ല. ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അതേസമയം ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡ. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ബേക്കിംഗ് സോഡ ഇല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബേക്കിംഗ് സോഡ ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതേസമയം ബേക്കിംഗ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം പെരുങ്കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടി ഒരു നുള്ള്, ഒരുപാട് വേണ്ട. അതുപോലെ തന്നെ ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു നുള്ള് പഞ്ചസാര. അത് ഓപ്ഷനിലാണ്. ചിലവർ ചേർക്കും, ചിലവർ ചേർക്കില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പെപ്പർ, അതായത് കുരുമുളക് ചതച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇതിൽ സാധാരണ രീതിയിൽ സവാള ചേർക്കാറില്ല. അതേസമയം സവാള ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള ചേർക്കാം. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതിന് വേറൊരു പതിപ്പ്, അതായത് നമ്മുടെ മുളക് വട എന്ന് പറഞ്ഞിട്ട്, സവാള വട എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. മുളക് വട ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ തൈര് ചേർക്കാറില്ല. അപ്പോൾ അതിൽ പിന്നെ അതുപോലെ തന്നെ നിറയെ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസിയാണ്, കാരണം അത് ഷേപ്പ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം വട പോലെ ആക്കണം, നടുവിൽ ഹോളൊക്കെ വേണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ആദ്യം കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ജീരകം വേണമെങ്കിൽ ജീരകം, മല്ലിയില വേണമെങ്കിൽ മല്ലിയില, കുരുമുളക് വേണമെങ്കിൽ കുരുമുളക്, എന്താ നിങ്ങൾക്ക് താല്പര്യം അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മാറ്റം വരും. അത് നന്നായിട്ട് അങ്ങ് ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ നാളികേരം വളരെ നൈസാക്കി അരിഞ്ഞത്, അല്ലെങ്കിൽ ചിരകിയ തേങ്ങ. നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണ്ട. പക്ഷേ സാധാരണ രീതിയിൽ മാംഗ്ലൂർ ബോണ്ട എന്ന് പറയുമ്പോൾ തേങ്ങ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം ആട്ട വെച്ച് ചെയ്യാൻ പറ്റുമെന്ന്. ആട്ട വെച്ച് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സാധാരണ രീതിയിൽ മാംഗ്ലൂർ ബോണ്ട എന്ന് പറയുന്നത് മൈദ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതെന്തിനാണെന്നറിയാമോ? എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നത്. വറക്കുമ്പോൾ ഓവറായിട്ട് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാറ്ററിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരാണ്. 1 കപ്പ് തൈര്, അതായത് 1 ഗ്ലാസ് തൈര്, 240 ml ഗ്ലാസ്സിലത്തെ തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഇത് സാധാരണ രീതിയിൽ ഓത്തൻറ്റിക് റെസിപ്പി അനുസരിച്ച് അവർ 3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുക. പക്ഷേ ഞാനിപ്പോൾ ഒരു 10-15 മിനിറ്റ് എടുത്ത് വെച്ചിട്ട് ശേഷം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. കാരണം ബേക്കിംഗ് സോഡ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ വേറൊരു ട്രിക്ക് എന്ന് പറയുന്നത്, ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കിയപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നന്നായിട്ട് ബീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നന്നായി ബീറ്റ് ചെയ്തിട്ട് നല്ല എയർ ഇതിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ 15 മിനിറ്റൊക്കെ നമുക്ക് ഇതെടുത്ത് വെച്ചാൽ മതി. 3 മണിക്കൂർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 3 മണിക്കൂറൊക്കെ വെച്ചോളൂ കേട്ടോ. ഇപ്പോൾ തൈര് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, കുറച്ചും കൂടെ വെള്ളം നമുക്ക് വേണം. അതിലോട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് കുഴയ്ക്കണം. 5 മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇത് എടുത്ത് വെക്കാം. അതിനുശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ചട്നി ഉണ്ടാക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഓവറാവരുത് കേട്ടോ. അഥവാ വെള്ളം കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, കുറച്ചും കൂടെ മൈദ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ബാറ്ററിന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അപ്പം ഞാനതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പോലും ഒഴിച്ചിട്ടില്ല വെള്ളം. 1 ഗ്ലാസ് തൈരും 1/4 ഗ്ലാസ്സിനേക്കാളും കുറച്ചും കൂടെ കുറവ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി, അതായത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ താഴോട്ട് പോകണം, അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നന്നായിട്ടിത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതിലേക്ക് ഇങ്ങനെ എയർ ഇതിലോട്ടങ്ങ് ഇൻകോപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും സംഭവം ഉള്ളിൽ. ആ സമയം പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഒരു 5 മിനിറ്റോളം നമുക്കിതങ്ങ് ബീറ്റ് ചെയ്തിട്ട് ഇത് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ്. ഞാൻ ഓൾറെഡി തേങ്ങ ചട്നി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള തേങ്ങ ചട്നിയാണ് ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ തേങ്ങ ചട്നി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെഡ് ചട്നി, ഏത് ചട്നിയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. പക്ഷേ സാധാരണ രീതിയിൽ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങ ചട്നിയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റോളം, 5 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റോളം ഇത് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. ഇപ്പോൾ നിങ്ങളുടെ തൈരിന് പുളിയില്ലാന്ന് വിചാരിക്കുക. പുളിയുള്ള തൈരാണ് കേട്ടോ നല്ലത്. ഒരുപാട് പുളിയില്ല, എന്നാൽ അത്യാവശ്യം പുളി വേണം. അഥവാ പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോഴും ലൈറ്റായിട്ട് പുളി വരും. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ, എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പില്ല, ഉപ്പ് കുറവാണ്. പിന്നെ നമ്മൾ സ്ട്രീറ്റിലൊക്കെ കഴിക്കുമ്പോൾ ബോണ്ടയിൽ അവർ പലരും ഇതൊന്നും ഇടാറില്ല കേട്ടോ. അതായത് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊന്നും ഇടാറില്ല പല തട്ടുകടയിലും. അത് വെറുതെ ഉള്ളിൽ നമ്മൾ കഴിക്കുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ബോണ്ടയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും ഇടണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒഴിവാക്കാം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നല്ലത്. പച്ചമുളകൊക്കെ അടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ അത് ഒഴിവാക്കിയിട്ട് കൊടുക്കാം, ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അരച്ച് ചേർക്കാം. ഓക്കെ, ഒരു 3-4 മിനിറ്റ് ഞാനിപ്പോൾ ഇത് ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് 15 മിനിറ്റ് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് തേങ്ങ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇതിലോട്ട് ഇടണം. ഇത് തണുപ്പ് ഇല്ലാത്ത തേങ്ങ ആയിരിക്കണം കേട്ടോ. അതായത് റൂം ടെമ്പറേച്ചറിലുള്ള തേങ്ങ ആയിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം.
6 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ അളവിലാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെന ദാൽ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, എണ്ണയൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെന ദാലാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ ചട്നിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ആണെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കപ്പലണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 3 എണ്ണം ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് വെള്ളം. ആദ്യം തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കുക, കുറച്ച് ഒഴിച്ചിട്ട് അരച്ചിട്ട് അതിന് ശേഷം നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും ചട്നി അരയ്ക്കാൻ പാടില്ല, അപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. നമ്മുടെ ചട്നി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 1/2 ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എരിവോ ഒക്കെ കുറവാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ഈസി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കാച്ചി ഒഴിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സോസ് പാൻ വെക്കുക അടുപ്പത്ത്. അതിലോട്ട് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂട് കുറച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. നിർബന്ധമില്ല കേട്ടോ, ഉഴുന്നുപരിപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇടാറുണ്ട്. ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനെന്താ ചെയ്യാന്നറിയാം, നന്ദൂനൊക്കെ ഈ ഇത് കാച്ചി ഒഴിക്കുമ്പോൾ അരിപ്പയിൽ കൂടെ അരിച്ചൊഴിക്കും. അപ്പോൾ പിന്നെ ഈ കടുകൊന്നും വരില്ല, പക്ഷേ ഇതിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ നമ്മുടെ ചട്നിയിലോട്ട് ആവുകയും ചെയ്യും. അങ്ങനെയും ചെയ്യാട്ടെ. കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഓഫ് ചെയ്യുക. ഇത് നമ്മുടെ ചട്നിയിലോട്ട് സീസണിങ്സ് ഒഴിച്ച് കൊടുക്കുക. കുറച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. തിരിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ചൂടാറിയത് ഒഴിച്ചാൽ മതി കേട്ടോ. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല ഒരിക്കലും ചട്നിയിലോട്ട്, അപ്പോൾ പച്ചച്ചോവ് വരും. അപ്പോൾ എന്ത് കറിയിലോട്ടാണെങ്കിലും നിങ്ങൾക്ക് വെള്ളം കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നന്നായി ചൂടാക്കാതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. എനിക്കിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും, അതുകൊണ്ട് ഞാനിനി ഒഴിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് മാറ്റി വയ്ക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുഴിയുള്ള പാത്രത്തിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമ്മളെ എണ്ണ ഒരു മീഡിയം ചൂടാവട്ടെ. ആ ചൂടായതിന് ശേഷം നമുക്ക് ബോണ്ട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നല്ല മീഡിയം ചൂടായിട്ടുണ്ട്. മീഡിയം ടെമ്പറേച്ചറിൽ തന്നെ എപ്പോഴും വെക്കണം, അതെപ്പോഴും ശ്രദ്ധിക്കുക. ചൂട് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്റർ എടുത്ത് കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈയിൻ്റെ സഹായത്തോടു കൂടി ഇടാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇടാം. ഞാനിപ്പോൾ എന്തായാലും കൈ വെച്ചിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൈ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നനച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഉരുളകളാക്കി ഇട്ട് കൊടുത്താൽ മതി. ഉരുളകളല്ല, എന്താ ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഷേപ്പൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ വന്നോളും കേട്ടോ, മുകളിലേക്ക് പൊങ്ങി വന്നോളും. ഞാൻ ചെറിയ ഉരുളകളായിട്ടാണ് ഇടാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കാം. കുട്ടികൾക്ക് പക്ഷേ ചെറുതാണ് ഇഷ്ടം. അത് കുറച്ച് കഴിയുമ്പോൾ മുകളിലേക്ക് അങ്ങ് ഫ്ലോട്ട് ചെയ്ത് വരും. അപ്പോൾ ഷേപ്പും ശരിയാവും കേട്ടോ, നല്ല ഗുണ്ടുമണികളായിക്കോളും. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വാലൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല. ഹോട്ടലിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് പെർഫെക്റ്റ് ഷേപ്പൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, എന്നാലും ടേസ്റ്റ് അടിപൊളിയാണ്. ഒരുപാടങ്ങ് നമുക്ക് ഇടണ്ട, കുറച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് മതി. ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫോർക്കിൻ്റെ സഹായത്തോടു കൂടി തിരിച്ചിടാം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്യണം കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ നമുക്കിത് റെഡിയാക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിനർ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു കിച്ചൺ ഡിഷ് എടുത്ത് വെക്കാം. അതുപോലെ തന്നെ കോരാനുള്ള കോരി എടുത്ത് അടുത്ത് വെക്കണം. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് ഗോൾഡൻ കളർ ആവുന്ന വരെ, ഗോൾഡനേക്കാളും കുറച്ചും കൂടെ ഒരു കളർ കൂടണം, ബ്രൗൺ കളർ ആവുന്ന വരെ ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബാച്ചിൽ 1-2 എണ്ണം ആദ്യം ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ എരിവോ ഒക്കെ കറക്റ്റാണെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എടുക്കാം. ഈവനായിട്ട് ബ്രൗൺ കളർ 2 സൈഡിലായിട്ടുണ്ടെങ്കിൽ ഇത് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കുക. ഒട്ടും തന്നെ ഇതിൽ എണ്ണ കുടിക്കില്ല. നമ്മൾ ചൂട് അത്രയും പെർഫെക്റ്റ് ആണ്. അതേസമയം ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എണ്ണ കുടിക്കും. അതുപോലെ തന്നെ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളർ ആവും, പക്ഷേ ഉള്ളിൽ കുക്കാവില്ല. അതുകൊണ്ടാണ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് കുക്ക് ചെയ്യണമെന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ
എല്ലാതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും റെഡി ആവാറായിട്ടുണ്ട്. ഇത് ഞാൻ അവസാനം ഇട്ടതാണ്, അപ്പോൾ അത് മാത്രം കുറച്ച് കളർ ചേഞ്ച് ശരിയായിട്ടില്ല. ബാക്കിയൊക്കെ നല്ല കളറായിട്ടുണ്ട്. ഓവറായിട്ട് ബ്രൗൺ കളറാവാൻ നിൽക്കരുത്. അപ്പോൾ ഞാനിത് എടുക്കുകയാണ്. ആദ്യത്തെ ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല ഉള്ളിലൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ അതുപോലെ മൊത്തത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് എത്ര എണ്ണം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഈ ഒരു അളവിൽ, അതായത് സൈസ് വളരെ ചെറുതാക്കി ഉണ്ടാക്കുന്നത്. സോ മൊത്തത്തിൽ എത്ര ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതേ നമ്മുടെ മാംഗ്ലൂർ ബോണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് 35 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതിൽ 35 എണ്ണം ഇല്ല, ഓൾറെഡി കുറച്ചൊന്ന് വയറ്റിലായിട്ടുണ്ട്. ഇവിടെ അവിയുള്ള കാരണം സ്റ്റഡി ലീവാണ് അവന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അവന് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാധാരണ സവാള വട, അതായത് മുളക് വടയുടെ വേറൊരു അനിയനാന്ന് മാത്രം. കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും ഏകദേശം ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ എളുപ്പം കുറച്ചും കൂടി ഇതാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാനിപ്പോൾ നമ്മളുണ്ടാക്കിയ തേങ്ങ ചട്നി കൂടിയാണ് കഴിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചട്നി വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കുറച്ച് മാത്രം എടുക്കുക, ചട്നിയിൽ മുക്കുക, ഒരു കടി കടിക്കുക കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ? ഞാൻ കാണിച്ചു തരാം. പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഉണ്ട്, നല്ല ഉള്ളിൽ നല്ലോണം ഹോൾസ് വന്നിട്ടുണ്ട്, നല്ല അറകൾ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഉള്ളിൽ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല എരിവുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവുള്ള ചട്നിയും എരിവുള്ള ബോണ്ടയും കൂടിയിട്ട് ഇങ്ങനെ കഴിക്കാം, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല കേട്ടോ, അസലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അസലായിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ അതിന് 3 മണിക്കൂറൊന്നും വെക്കണ്ട. ഈ പറഞ്ഞ പോലെ 15 മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി, അപ്പോൾ തന്നെ നന്നായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. സിറ്റിംഗ് എന്നുള്ളത് നമ്മൾ പഠിച്ചില്ലേ ഓൾറെഡി? എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു സിറ്റിംഗ് എഴുതാനുള്ളത്? ഒന്ന് സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞോ. അപ്പൊ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എന്താണ് ഈറ്റൂടെ ഓൾറെഡി ചേട്ടൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? Then I think, is it like this or is it like this? Or is it like this? അതെനിക്കറിയില്ല. ലെസൺ എഴുതാൻ അറിയില്ലേ? ദാസ്. I know. Tamil teacher is explaining science lesson. സയൻസ് ലെസൺ എഴുതണമെങ്കിൽ ലെസൺ എഴുതിയാലും മതി, സയൻസ് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും കുഴപ്പമില്ല. Lesson of science. Like